കേട്ടറിവിനേക്കാൾ വലുതാണ് സത്യം. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കിങ് മേക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഹുബലി പോലെയുള്ള വലിയ വലിയ വമ്പൻ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എപ്പോഴും കോളേജ് സ്റ്റോറി കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണണം. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം നമുക്കുള്ളതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന റിയൽ സ്റ്റോറിയാണ്. നമ്മൾ ഇന്റർനാഷണലി പറയുന്ന പോലെ പോസ്റ്ററിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പലും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഷൂട്ടിംഗ്? സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഷൂട്ടിങ് അയാൾ ചീറ്റ് ചെയ്തോടെ തന്നെ ഷൂട്ടിങ് സ്റ്റോപ്പ് ആയത്. ഇപ്പോഴും കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? ബ്ലഡ് കാണിക്കാൻ ചില സീക്വൻസ് കാണിക്കേണ്ടി വന്നതുകൊണ്ട് സെൻസർ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്നുള്ളൂ. കർമ്മ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടതല്ലേ അവിടെ കിടന്ന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഒരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ആ സ്റ്റോറിയിലെ കണ്ടന്റ് ആണ് അവരെ സ്റ്റാറുകളാക്കുന്നത്. സോ വിചാരിച്ചാൽ ആ ഒരു റോൾ കിട്ടിയാൽ ആർക്കും ആവാം. എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ കിരാത സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ കിരാത ജനുവരി 23-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് കിരാത. കിരാതയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സ്, പ്രത്യേകിച്ചും ഫാഷൻ ലോകത്ത് നിന്നും മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾ, അവരോടൊപ്പം സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു മിക്സ്ചറാണ് ഈ സിനിമ. നമുക്കറിയാം, വളരെ പ്രശസ്തരായ MR ഗോപകുമാർ ചേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, സീസൺഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള MR ഗോപകുമാർ ചേട്ടൻ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, രാജ്മോഹൻ ജി, അരിസ്റ്റോ സുരേഷ്, നീന കുറുപ്പ്, വൈഗ റോസ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് കിരാത. ഞാൻ മൈക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏതൊരു പ്രോജക്റ്റിന്റെയും സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് ഒരു ഇൻവെസ്റ്റർ എത്തുമ്പോഴാണ്. നമ്മുടെ ഇൻവെസ്റ്റർ എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. പക്ഷെ കഴിഞ്ഞ 40 വർഷത്തിലേറെയായിട്ട് ഗൾഫ് ജീവിതം നയിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് എടത്തൊടി ഭാസ്കരൻ സാർ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്. ഒരു PRO എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ്, ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ മലയാള സിനിമയിൽ ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സേഫ്ഗാർഡ് ചെയ്യണം. അങ്ങനെയുള്ള എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹത്തിന്റെ മിസ്സസ് ചന്ദ്രമതി മാഡം ഈ കമ്പനിയുടെ MD ആണ്. അതുപോലെ തന്നെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ MR ഗോപകുമാർ ചേട്ടൻ, ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലൂടെ അതിപ്രശസ്തനായി തീർന്ന് ഇപ്പോ നിരവധി ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ രജിത് കുമാർ, സംവിധായകൻ റോഷൻ കോന്നി. അദ്ദേഹം സംവിധാന ചുമതല മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റിംഗ്, DOP അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന, സൂക്ഷ്മ നിരീക്ഷണമുള്ള, വിഷനുള്ള ഒരു സംവിധായകനാണെന്നാണ്. മലയാള സിനിമയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിൽ റോഷൻ കോന്നി എന്ന സംവിധായകൻ വളരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, നിരവധി സിനിമകൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന കലേഷ് കുമാർ, അദ്ദേഹവും ഭാവി വാഗ്ദാനമാണ്. ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എടത്തൊടി ഫിലിംസിന്റെ ബാനറിൽ ശ്രീ സുധൻ രാജ് വഴിക്കാണ്. സുധൻ രാജ് സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്, നല്ലൊരു ഗായകൻ കൂടിയാണ്. ശ്രീമതി ജിറ്റ ബഷീർ റോഷൻ കോന്നിയുടെ വൈഫാണ്. നായകൻ സച്ചിൻ പാലപ്പറമ്പിൽ. എൻ്റെ പേര് അൻവർ, ഞാനൊരു പുതുമുഖമാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്.
എൻ്റെ പേര് അതുല്യ അയ്യർ. ഞാൻ ആലുവന്നാണ് വരുന്നത്. ഈ ഒരു മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി മോഡലാണ്. ചെറിയൊരു വേഷമൊന്നുമല്ല, ഈ സിനിമയുടെ നായിക ആണ്. 2-3 നായികമാരിലെ ഒരു നായികയാണ് അതുല്യ. ചെറുതാക്കി പറയുന്നത് കിരാതയുടെ പ്രൊഡക്ഷൻ മാനേജർ ബഷീർ സാർ. എന്തായാലും ഞാൻ മൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കുകയാണ്, അദ്ദേഹത്തിൽ നിന്നും തുടങ്ങാം. ഇവിടെ സന്നിഹിതരായ എല്ലാ മീഡിയയുടെ ആളുകൾക്കും നന്ദി. ഞാൻ ഇടത്തൊടി ഭാസ്കരൻ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. കഴിഞ്ഞ 41 വർഷമായി ബഹ്റൈനിലും സൗദിയിലുമായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. താമസം ബഹ്റൈനിലാണ്. എൻ്റെ വൈഫ് ചന്ദ്രമതി. പിന്നെ ഞങ്ങൾക്ക് 2 ആൺമക്കള്. മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞു. അവരുടെ ഭാര്യയുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയൊരു കുടുംബമായിട്ട് കഴിഞ്ഞ് സന്തോഷമായി കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമാണ് ഞങ്ങള്. പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നത് ആകസ്മികമായിട്ടാണ് വന്നത്. അതൊരു കൂട്ടുകെട്ടിലൂടെ. വേറൊരു പ്രതി എൻ്റെ വളരെ സുഹൃത്തായിരുന്നു. 8-9 കൊല്ലം. അത് ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്കിൽ പല ചതികളും നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ അങ്ങയുടെ പ്രേരണ കാരണം ഞാനൊരു ഈ ഷോർട്ട് ഫിലിം പറഞ്ഞ പോലെ ഇറക്കാനായിട്ട് തയ്യാറായി. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. രണ്ടുപേരും തമ്മിൽ പാതി ഷെയർ ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അയാൾ അവസാനം മുങ്ങി. അപ്പൊ അങ്ങനെ ഇത് പിന്നെ കഥ മനസ്സിലാക്കിയപ്പോൾ അത് ഷോർട്ട് ഫിലിം ആയാൽ ശരിയാവില്ല, അത് സിനിമ തന്നെ ആക്കണം. അപ്പൊ അത് ഒരുപാട് ചേഞ്ചസ് ചെയ്തു. സ്റ്റാർട്ടിങ് മുതലേ നമ്മളിങ്ങനെ ഓരോ റിവിഷൻ ചെയ്തിട്ട് 4-5 തവണ റീഷൂട്ട് ചെയ്തിട്ടാണ് അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പടത്തിൽ എല്ലാവിധ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പടം കിരാത എന്ന പേര് തന്നെ നമുക്ക് ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റിലാണ്. രാത്രിയിലെ എന്തോ ഒരു ഭീകരത ആണ് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ. അപ്പൊ ഇതൊന്നൊരു കൊന്നിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഇതാണ്. നരബലി എഴുതിയിട്ടുണ്ട്. പിന്നെ ഈവിൾ എഫക്ട്സ് നമ്മുടെ ഡോക്ടർ കുമാർ പറഞ്ഞ പോലെ എന്താണ് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ഇതൊക്കെ കോർത്തിണക്കി നല്ലൊരു കലാവിരുന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പടം നിർമ്മിച്ചത്. ഇത് പലവിധ ഘട്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കയറുന്നതാണ്. അവസാനം വന്നിട്ട് സെൻസർ ബോർഡ് പോലും അവർ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ലാസ്റ്റ് നിങ്ങൾ ശരിയല്ല, നിങ്ങളത് കഥാതത്വം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിയെടുക്കണം. 2 ആഴ്ച സമയം തന്നു. അതിൻ്റെ ഉള്ളിൽ റീഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധൃതി വെച്ച് ഞങ്ങൾ അവസാനത്തെ ക്ലൈമാക്സ് കൊച്ചിയിൽ തന്നെ ചെയ്യുകയുണ്ടായി. അത് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഭാഗ്യം വീണ്ടും കിട്ടുകയുണ്ടായി. ക്ലൈമാക്സ് പിടിച്ച സാഹചര്യത്തിപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില സീസൺഡ് ആർട്ടിസ്റ്റുകളെ കിട്ടി. എൻ്റെ സുഹൃത്താണ് ശ്രീ ഗോകുമാർ. അദ്ദേഹം വേറിൽ വരികയുണ്ടായി. അതിന്റെ അങ്ങനെ ഞങ്ങൾക്ക് ഭാഗ്യം വീണ്ടും ലഭിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗോകുമാർ സാറിനെ കിട്ടി. അദ്ദേഹത്തിന് ഞങ്ങൾ ബഹറിൽ കൊണ്ടുവന്നായിരുന്നു വേറൊരു ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട്. അവിടെ വെച്ചും അദ്ദേഹത്തിന്റെ കൂടെ ചെറിയ രീതിയിലുള്ള അഭിനയിക്കാനുള്ള സാധ്യത കൂടെ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് പറയാം. അദ്ദേഹം സീസണിന്റെ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതും എന്നെ പോലുള്ള ഒരു എളിയ കലാകാരൻ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, അച്ഛൻ മാഷ്. അത് വളരെ നല്ല ഒരു കഥാപ്രമേയമാണ്. 22 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിമാണ്. അത് പല അവാർഡുകൾക്കും കൂടെ ഞങ്ങള് പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കേരള ഫിലിമിന്റെ ഒക്കെ. അപ്പൊ അതിലാണ് ഗോകുമാർ സാറിന്റെ പാട്ടിൽ കൊണ്ടതും അത് ഞങ്ങൾ വളരെ അടുത്ത് ഇടപഴകി. അദ്ദേഹത്തിന് ഈ സിനിമയിൽ നിന്ന് ഒരു ചാൻസ് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് ഈ സെൻസർ ബോർഡ് നമുക്ക് കത്തിവെച്ചത് വളരെ ഉപകാരപ്പെട്ടു. അങ്ങനെ പിന്നെ വേറൊരു കഥാപാത്രം സ്റ്റാർ മീഡിയ സീസൺ ആർട്ടിസ്റ്റാണ് മറ്റേ ദിനേശ് പണിക്കർ സാറിനെയും കൊണ്ടുവന്നു. ഇവരൊക്കെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ ആ സമയം തന്നെ ഇവര് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ വന്നിട്ട് അവസാനം ഈ ക്ലൈമാക്സ് നന്നായി ഞങ്ങൾ പിടിച്ചു. ഈ പടം ഒരു നല്ലൊരു മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇന്നും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നരബലിയും മറ്റേ ഈ
അന്ധവിശ്വാസങ്ങളിൽ ഊന്നി നല്ല നല്ല കുടുംബങ്ങൾ വഴിവഴിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് ഈ സിനിമ കാണുമ്പോൾ പേരൻസിന്, രക്ഷിതാക്കൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്, കോളേജിൽ പഠിക്കുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ നല്ല കൂട്ടുകെട്ടോടെ പോവുകയാണെങ്കിൽ ഇത് ജീവിതം സുഖകരമായിരിക്കും എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളവർക്ക് സംസാരിക്കട്ടെ. താങ്ക് യു. എൻ്റെ പേര് ചന്ദ്രമതി. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. ഇടത്തോടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഒരുപാട് പ്രേതകഥകളും യക്ഷിക്കഥകളും ആസ്പദമാക്കി നൂറുകണക്കിന് സിനിമകളുണ്ടായിട്ടുണ്ട്. വലുത് ചെറുതുമായ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രമേയം, ഒരു നരബലി എന്ന ഒരു പ്രമേയം ആസ്പദമാക്കിയിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും കിരാത. ഇത് നടന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ഒരുപക്ഷെ നമ്മളൊന്നും അറിയാതെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ ബലി കൊടുത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഈ ആധുനിക കാലത്തും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. അത് സമൂഹത്തിനോട് കാണിക്കാനും അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ആർക്കും ഒന്നും നേടിക്കൊടുക്കുന്നില്ല എന്ന് തുറന്നു കാണിക്കുകയും ചെയ്യുന്നു കിരാതയിലൂടെ. നല്ലൊരു മൂവിയാണ്. ഇതിൽ മെയിൻ ആർട്ടിസ്റ്റുകളായിട്ട്, അല്ലെങ്കിൽ ഇത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പുതുമുഖങ്ങളാണ്. എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിലും അത് അറിയിക്കാത്ത രീതിയിൽ അവരവരുടെ ക്യാരക്ടേഴ്സ് അവരെല്ലാവരും വളരെ ഭംഗിയായി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ പോയി കാണണം എന്നാണ് എന്നിട്ട് വിലയിരുത്തുക. നന്നായിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടറും ഇത് ചെയ്തിട്ടുള്ളത്, ആർട്ടിസ്റ്റോടും ചെയ്തിട്ടുള്ളത്. ഇത് പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു. ഭാസ്കരൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാനിതിൽ വരുന്നത്. ശരിക്കും അവിടെ ബഹ്റിൻ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടാനും അവിടെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചതാണ്. അവിടെ 2 ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ടുണ്ട്, ബഹ്റിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു സിനിമ, അതുപോലെ തന്നെ അച്ഛൻമാഷ്, ഞാൻ അഭിനയിച്ച അച്ഛൻമാഷ് എന്നുള്ള സിനിമ. ഇത് 2ഉം ഇതിലൊന്നിൽ ഞാൻ അഭിനയിച്ചു. അതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, 2ഉം നല്ല പെർഫെക്ഷനുള്ള ഫിലിംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ഞാനിതിൽ ഒരു സീനും ഒരു ബൈ സീനും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമ നന്നായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇത് ഒരു വിജയമായാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം നവാഗതനാണ്. അതുപോലെ തന്നെ നവാഗതനായ ഒരു പറ്റ ചെറുപ്പക്കാരുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഇത് വിജയിച്ചാൽ തീർച്ചയായിട്ടും നേട്ടം അവർക്കുള്ളതായിരിക്കും. ഇതിൻ്റെ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണവും അവർ തന്നെയായിരിക്കും. എന്നെപ്പോലെ ദിനേശ് പണിക്കരെ പോലെയുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ അല്ല, അത് അവരുടെ കോൺട്രിബ്യൂഷനാണ്. കാരണം അവരത്രയും സ്ട്രെയിൻ എടുത്ത് അവർ സിൻസിയറായിട്ട് ഇതിലവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് വെച്ചിട്ട് അവർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇതിൻ്റെ അഭിനയത്തിൻ്റെ സൈഡിൽ അവർക്ക് തന്നെയാണ്. എൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന ഇതൊരു അവതാരം പോലെ വന്ന മനുഷ്യനാണ് ഭാസ്കർ സാർ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തോളമാവുന്നു നിങ്ങളാവുന്ന സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കിങ് മേക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻ്റർവ്യൂകൾ ബിഗ് ബോസിന് ശേഷം കൊടുത്തു തുടങ്ങിയപ്പോൾ വമ്പൻ മീഡിയയ്ക്ക് കൊടുക്കുകയുള്ളൂന്നോ, എക്സ്പീരിയൻസും ഇത്രത്തോളം മില്യൺ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കേ കൊടുക്കുകയുള്ളൂന്നോ ആരോടും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ അന്നും പറഞ്ഞത് തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, അല്ലേ? സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട്, നിങ്ങളിൽ പലരും അന്ന് തുടക്കക്കാരായിരുന്നു, അവർക്കെല്ലാം അറിയാം നിങ്ങളൊന്നും അല്ലായിരുന്ന സമയത്തെ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയതാണ്. ഇപ്പം നിങ്ങൾ കുറേ പേർ വലിയ ചാനലുകളായി. ഈ തുടക്കക്കാരെ വളർത്തുക, ഉയർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മലയാളത്തിൽ വളരെ കുറവായിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്
ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതിന് തെളിവ് നിങ്ങളിൽ കുറേ പേരുണ്ട്. ഇവിടെ ഇപ്പം 100 കണക്കിന് ചാനലുകൾ നമ്മുടെ എറണാകുളം ടൗണിലുണ്ട്, ജില്ലയിലുണ്ട്. അപ്പം ഇവിടെ ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ സംവിധായകനായ റോഷൻ കോന്നിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ തുടക്കക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരെല്ലാം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ അടുത്ത ഇപ്പം ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചിലർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞാണ്, ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇന്ന പ്രൊഡ്യൂസർ പറഞ്ഞു, ഓ നിങ്ങൾ ഇതിന് മുമ്പ് ഏത് സിനിമയാണ് ചെയ്തത്, നിങ്ങൾ ഏത് വർക്കാണ് ചെയ്തത്? ഇല്ല സാർ, ഞാൻ ആദ്യമായിട്ടാണ്. അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടിവിട്ട സമയത്ത് തുടക്കക്കാരനായ റോഷൻ താൻ എഴുതിയ തൻ്റെ സഹധർമ്മിണി വൈഫ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മെനഞ്ഞെടുത്ത ആ സ്ക്രിപ്റ്റും കൊണ്ട്, പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റും കൊണ്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ വീടുകളിലാണ് പോയി കാവൽ നിൽക്കുന്നത്, ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ദൈവാനുഗ്രഹമുള്ള നല്ല മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ഇരുത്തി സൂചിപ്പിക്കുന്നൊന്നുമല്ല, കാരണം ഉള്ളത് സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ്. ഇടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന ചേട്ടനിലേക്ക് ഇവരെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം. അദ്ദേഹം ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. അദ്ദേഹം ഒരുപാട് മുൻനിര സിനിമാ സംവിധായകന്മാരുടെ സുഹൃത്താണ്. ഒന്നുകൂടെ ഇവരെ പരാജയം എടുത്തു പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള മുൻനിര ആർട്ടിസ്റ്റ് ഇടത്തൊടി ഭാസ്കരൻ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട അയൽവക്കമാണ്. ഉണ്ണിയുടെ അച്ഛനും സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ വെക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭാസ്കരൻ ചേട്ടൻ അത് ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് മുൻനിരയിലുള്ള 100 കണക്കിന് പുതിയ തലമുറയിലെ പുതിയ താഴെത്തട്ടിലുള്ള മിടുക്കരായ കുട്ടികളെ, വ്യക്തികളെ, ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് പേരെ കൈപിടിച്ചുയർത്താനും അവസരം കൊടുക്കാനുമാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആ ഒരു പടത്തിൻ്റെ ഫൈനലാണ് കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ജനുവരി 23 പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള അല്ലെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളെക്കാൾ എന്ന് പറയുന്നില്ല, പക്ഷെ അവരോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ തന്നെ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളായാലും എല്ലാം അത് നേരത്തെ റോഷൻ പറഞ്ഞതുപോലെ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ടെക്നിക്കൽ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹുബലി പോലെയുള്ള വലിയ വലിയ വമ്പൻ സിനിമകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. പക്ഷേ ചെറിയ പടങ്ങൾ ഇപ്പം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വമ്പൻ പടങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ വമ്പൻ പടങ്ങളും പൊട്ടി. ഏകദേശം ഒരു വർഷം 250 മുതൽ 300 വരെ സിനിമയാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അന്യഭാഷാ സിനിമകൾ വന്നിട്ട് അവർ വമ്പൻ വിജയങ്ങൾ നേടി കോടികൾ കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിലെ ആൾക്കാരെ, ന്യൂകമേഴ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നാളെ നിങ്ങളാകുന്ന പ്രേക്ഷകരുടെ മക്കൾമാർ, സഹോദരങ്ങൾ, കൂട്ടുകാർ ഇവരെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടവരാണ്, താല്പര്യമുള്ളവർ. അപ്പൊ നമ്മൾ സീനിയേഴ്സിനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, മുൻനിര മികച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരെല്ലാം അവരുടേതായിട്ടുള്ള കഴിവുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു, അവരെല്ലാം ഉയർന്നു കഴിഞ്ഞു. പക്ഷെ താഴത്തെ തട്ടിലുള്ളവരെ കൂടി കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു മൂല്യത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ തരത്തിൽ നമ്മളെ താഴെത്തട്ടിലുള്ള 100 കണക്കിന് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഒരു കോളേജ് പശ്ചാത്തലമാക്കിക്കൊണ്ട്, ഇത് കോളേജ് സ്റ്റോറിയാണ്. എപ്പോഴും കോളേജ് സ്റ്റോറി കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസ്, കാരണം ഞാൻ കോളേജിൽ ഒരു 26 വർഷത്തോളം പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കോളേജ് ക്യാമ്പസ് എപ്പോഴും ലൈവ്ലിയാണ്. അപ്പൊ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഡയറക്ടർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനകത്ത് അവിടെ നിന്നും പിന്നെ കൈവിട്ടു പോകുന്ന കുറേ ഇൻസിഡൻസുകളുണ്ട്. അത് നമുക്ക് ഇപ്പം ഇതിലൂടെ പറയാൻ പറ്റില്ല, കാരണം അതാണ് ഇതിന്റെ ഓരോ ടേണിംഗ് പോയിന്റുകളും ഓരോ സർപ്രൈസുകളും ഈ പടത്തിന് കിരാത എന്ന പേര് വെച്ചത്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു കോളേജ് പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ. അതിൽ നിന്നുകൊണ്ട് അത് വിവിധ വശങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങൾക്കും എതിരെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ടീമുകളും കുറച്ച് മെസ്സേജുകളുമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അരങ്ങേറിയ ഒരുപാട് സംഭവങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പടമാണ്. ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ടായി. നമ്മൾ പല ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായി, അതുപോലെ തന്നെ പ്രകൃതി അനുകൂലമല്ലാതെ തടസ്സങ്ങളുണ്ടായി. തമാശയ്ക്കാണെങ്കിലും PRO അജയ് തുണ്ടത്തിൽ മൈക്കെടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ ഇതുവരെയ്ക്കും കറണ്ട് പോകാത്ത അല്ലെങ്കിൽ ചാർജ് പോകാത്ത മൈക്ക് പല വട്ടമായിട്ട് ഇത് വെട്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് എനർജി ഓർ ബ്ലാക്ക് എനർജി. പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം നമുക്കുള്ളതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ
ആൻറ്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഇന്റർനാഷണലി പറയുന്ന പോലെ ആ പോസ്റ്ററിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പലും നമുക്ക് കാണാൻ പറ്റും. അത് ലോകം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ പുതിയ തലമുറയിലെ കുട്ടികൾക്കും പ്രത്യേകിച്ച് പാരൻസ് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന മക്കളുമായിട്ട് വന്ന് തന്നെ ഈ സിനിമ കാണണം. കാരണം ഫാമിലി ഓറിയന്റഡ്, അതുപോലെ ഫ്യൂച്ചർ ലക്ഷ്യമാക്കി കുട്ടികളെ ബോധവൽക്കരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സംഗതികളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്കെപ്പോഴും നല്ല രീതിയിൽ തന്നെ ലൈഫ് മുമ്പോട്ട് പോകണം. ആഘോഷം വേണം എന്നാണ് ഞാൻ പറയുക, വേണ്ടാന്ന് പറയില്ല. പക്ഷെ ഏതുതരം ആഘോഷങ്ങൾ വരുമ്പോഴും അവിടെ ഒരു ശ്രദ്ധ, ഒരു കരുതൽ നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മുടെ ജീവനും ജീവിതത്തിനും വളരെ ഉപയോഗയോഗ്യമാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി ഒരു 11ഓളം സിനിമകൾ ഇറങ്ങി, അതിൽ 12ാമത്തെ ഇറങ്ങുന്നു. 32ഓളം സിനിമകൾ 32ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറേ എണ്ണം ഇറങ്ങാനുണ്ട്. ഗോവിൻ ചേട്ടൻ്റെയൊക്കെ വളരെ ജൂനിയറാണ് ഞാനും സിനിമകളുടെ പുറകെ നടക്കുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിനിമ, ഇത് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ആ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല, കൂടെ നിന്ന് ആ സിനിമ ഇതാണെന്ന് ജനങ്ങളെ, പ്രേക്ഷകരെ എല്ലാവരുടെയും മുന്നിലേക്ക് അത് എത്തിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമം കൊണ്ടാണ് ഇവരെല്ലാം എന്നെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതുതലമുറ, പുതിയ കുട്ടികളെ, പുതിയ കലാകാരന്മാരെ വളർത്താനും ഉയർത്താനും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ കണ്ട് അവയെ വിലയിരുത്താനും. ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ചിലപ്പോൾ ചില നെഗറ്റീവ് റിവ്യൂക്കാർ എല്ലാത്തിലും കയറി വരും, വന്നിരുന്ന് അഭിനയിച്ചുകൊണ്ട് തകർത്ത് ചെയ്യും. ഈവൻ ലാലേട്ടൻ ചെയ്യുന്നതിനും നെഗറ്റീവ് റിവ്യൂ ഇടുക, മമ്മൂക്ക ചെയ്യുന്നതിന് നെഗറ്റീവ് റിവ്യൂ ഇടുക. നമ്മുടെ ആര് തന്നെ ഇപ്പം എന്തുമാത്രം അവാർഡ് വാങ്ങിച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാം. ആര് ചെയ്താലും കുറച്ച് അറ്റൻഷൻ കിട്ടാനും കുറച്ച് യൂട്യൂബിലൂടെ റീച്ച് കിട്ടാനും പണം കിട്ടാനും വേണ്ടി കോടികൾ ചിലവാക്കി എടുക്കുന്ന പടത്തിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് പറയുന്ന എന്തെങ്കിലും വന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. നിങ്ങൾ പോവുക, കാണുക, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. അതാണ് വേണ്ടത്. അങ്ങനെ കിരാത എന്ന് പറയുന്ന സിനിമ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, ഈവൻ സെൻസർ ബോർഡ് പോലും ആദ്യം നമ്മൾ കൊടുത്തതിന് കൊണ്ടുപോയി കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിന് ഗുണപരമായി തന്ന കൂടുതൽ കാര്യങ്ങൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് വരാനായിട്ട് പറ്റി. അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റും കിട്ടി. ഈ സിനിമ ജനങ്ങളുടെ അടുത്ത് പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് സെൻസർ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം, വളർത്തണം. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണമായിരിക്കും. അതാണ് കിരാത. ജനുവരി 23-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ സംഭവം റിലീസ് ചെയ്യും. കുറച്ച് ദൂരെയാണുള്ളതെങ്കിൽ അത് കണ്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കുക, പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. കാലിൽ കിടക്കുന്ന ചെരുപ്പിന് പോലും കൊടുക്കുന്ന ഒരു കരുതൽ, ആ കരുതലോട് കൂടി സ്ക്രിപ്റ്റ് എഴുതിയ ജിറ്റ ബഷീർ. അല്ല, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സെക്കൻഡ് ചേർത്ത് തന്നെ പറയാം. ഈ പറഞ്ഞ PR പറഞ്ഞ പോലെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് പോലും ഒരു കരുതൽ. ആ കെട്ടൽ എന്ന് പറയുന്ന കെട്ടൽ അവിടെ ഇല്ലെങ്കിൽ കരുതൽ പോയി. നേരെ ഞാൻ കഴിഞ്ഞ ദിവസം 2 മാസം മുമ്പ് വീണ പോലെ കോഴ ഒടിഞ്ഞ് താഴേക്ക് പോകും. അങ്ങനെ ഒരു സ്റ്റൂള് പോലെയുള്ള ചെരുപ്പാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഇട്ടേക്കുന്നത്. സോ ഞാൻ ഹീൽസ് ഇട്ടതിന്റെ മെയിൻ കാരണം അതൊന്നുമല്ല. ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആക്ട് ചെയ്ത എല്ലാ കുട്ടികളും മോഡലിംഗ് ഫീൽഡിൽ തന്നെ വന്നവരാണ്. കാര്യം എനിക്ക് നോർമലി കാസ്റ്റിംഗ് ഒന്നും ആവശ്യം വന്നില്ല. കാരണം ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പോൾ അതിൽ ആണെങ്കിലും അൻവർ ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും ഇതിൽ മറ്റുള്ള ക്യാരക്ടറെല്ലാം ആരൊക്കെ ആണെങ്കിലും അതെല്ലാം മോഡലിംഗ് ഫീൽഡിൽ തന്നെ വന്നവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്രിപ്റ്റ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. സോ അതിനെ ബേസ് ചെയ്ത് അതുക്കും അപ്പുറമുള്ളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നരബലിയെ പറ്റി കുറേ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതും കമ്പയർ ചെയ്ത് നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഈ ഷൂട്ട് റിലീസായിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനല്ലോ, അയ്യോ ഇത് കണ്ടിട്ടാണോ ഇനി ഇങ്ങനെ ചിന്തിച്ചേന്നുള്ള ഒരു ഇതും തോന്നിയിനെ. എന്തോ ഭാഗ്യത്തിന് എന്തായാലും റിലീസിന് മുമ്പാണ് ഇങ്ങനത്തെ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഏകദേശം നല്ല വെട്ടി ചുരുക്കി ഒരു ഷോർട്ട് മൂവി ടൈപ്പ് ഒരു മൂവി ആക്കിയതാണ്. സാറിനെ ചീറ്റ് ചെയ്ത മറ്റേ അദ്ദേഹം ഒന്നും പറയില്ല, അയാള് പുള്ളി റോഷൻ ഒരു എഡിറ്ററാണ്, കാര്യം ക്യാമറ മാനേജ് ചെയ്യും എന്ന് വെച്ചിട്ട് പുള്ളീനെ കൊണ്ട് ഞങ്ങൾ കൊടുത്ത സ്ക്രിപ്റ്റ് ഇദ്ദേഹം മെയിൻ ഡയറക്ടർ അതായത് മെയിൻ പ്രൊഡ്യൂസർ അല്ല എന്ന് വെച്ചിട്ട് തന്നെ ഞങ്ങളെ സമീപിക്കുകയും പുള്ളിയാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സാറിൻ്റെ വൈഫ് ചന്ദ്രമതി പുള്ളിക്കാരിയും ഇല്ലെങ്കിൽ എങ്ങും എത്തത്തില്ല. കാര്യം
ഇത് നിന്ന് പോട്ടെ തന്നെ വെച്ചിരുന്ന ഒരു മൂവിയാണ്. പക്ഷെ എന്തോ ഇവിടെ ഇപ്പോൾ റിലീസ് വരെ എത്തിയിരിക്കുന്നു. നല്ല സാക്രിഫൈസ് ചെയ്ത മൂവിയാണ്. സോ എല്ലാവരും കാണുക. അധികം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇച്ചിരി വിറയിലൊക്കെ ഉണ്ട്, സോറി. എന്നാലും എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി മൂവി കാണുക. നല്ല മൂവിയാണ്. സോ റിയൽ സ്റ്റോറിയാണ്. റിയൽ സ്റ്റോറി അതേപോലെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതും വെച്ചിട്ട് ചെയ്തൊരു മൂവിയാണ്. ക്യാമ്പസ് ലൈഫ് ഉണ്ട്. സോ എല്ലാവരും പോയി കാണുക എന്ന് പറയുള്ളൂ. എൻ്റെ പേര് സച്ചിൻ പാലപ്പറമ്പിൽ, കോഴിക്കോടാണ് സ്ഥലം. കിരാത എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ കിരാത തൊട്ട് മുന്നേ മറ്റൊരു സിനിമ ചെയ്തിരുന്നത്, തമിഴ് മലയാളം. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ലീഡ് റോളിൽ ചെയ്തൊരു സിനിമയാണ് കിരാത. ജിറ്റ പറഞ്ഞ പോലെ ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി മോഡലിംഗിലേക്ക് ഇറങ്ങി വരില്ല. അങ്ങനെ മോഡലിംഗിൽ കിട്ടിയ കോൺടാക്ട് വഴിയാണ് 2 സിനിമ ചെയ്തത്. അങ്ങനെയാണ് ജിറ്റേനെയും റോഷനെയും പരിചയം. പിന്നെ അവരെ ഞാൻ ആദ്യം ചെയ്ത സിനിമ സെറ്റിൽ അവരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. കിരാത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കം രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും. ജിറ്റ പറഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിലായിരുന്നു താമസം. ഒരു മാസത്തിന് മുകളിൽ ഞങ്ങൾ ഒരു ഒറ്റ വീട്ടിലായിരുന്നു. ഒരു ബിഗ് ബോസ് വീട് പോലെ ആ വീട്ടിനകത്തായിരുന്നു താമസം. അപ്പം അത് നല്ല അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. തുടക്കമാണ്, അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. മാക്സിമം ഞങ്ങളോട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എൻ്റെ പേര് അതുല്യ. ഞാൻ ഇവിടെ ആലുവയിൽ താമസിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അവർ പറഞ്ഞ പോലെ ഞാൻ മോഡലിംഗ് ഈ മൂവിയിലേക്കാണ് ജിറ്റാൻ കാസ്റ്റ് ചെയ്തത്. നല്ലൊരു പടമാണ്. ക്രൈം ത്രില്ലറാണ്. ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നത് അൻവർ ആളാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണണം. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സുധൻ രാജ്. 10-30 വർഷമായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, തമിഴ് മലയാളം അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. ഇടയ്ക്ക് 1-2 സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്തിട്ടുണ്ട്. കുറച്ച് സിനിമകൾ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് സിനിമകൾ വിതരണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. വലിയ വമ്പൻ സിനിമകളല്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ CD രാമേന്ദ്രനൊക്കെ നമ്മൾ ചെയ്ത സിനിമകളായിരുന്നു. അപ്പോൾ കിരാത എന്ന് പറയുന്നൊരു സിനിമയുമായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകരായ എൻ്റെ പ്രിയ സുഹൃത്ത് റോഷനും കലേഷും സഹിത്തും എൻ്റെ പ്രൊഫഷണൽ കൺട്രോൾ പുള്ളിയൊക്കെ വന്നു. അവിടെ വെച്ച് അവരുടെ നിർമ്മിച്ചിരിക്കുന്ന ആരാന്ന് ചോദിക്കുമ്പോഴാണ് സാറിനെ കുറിച്ചും സാറിൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ഒരു നല്ലൊരു സിനിമയാണ്. അത് എത്രത്തോളം ഞങ്ങൾ നല്ലതാണെന്ന് പറയുന്നതിന് മുൻപ് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾ തരുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് ഞങ്ങളുടെ സിനിമയുടെ വിജയം. ഞങ്ങൾ എത്രയൊക്കെ നന്നായിട്ട് അണിയിച്ചൊരുക്കാൻ ഇന്നത്തെ കാലത്തൊരു സിനിമ സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ റോഡ് സൈഡിൽ ഹോട്ടൽ പണിഞ്ഞിട്ട് ഒരു ബോർഡിൽ വെച്ച് ഊണ് റെഡി ചെയ്യുന്ന സെക്യൂരിറ്റി നിർത്തുന്ന അവസ്ഥയാണ് ചെറിയ സിനിമകൾക്കുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ, നമ്മുടെ മീഡിയാസിൻ്റെ ഒക്കെ സപ്പോർട്ട് വേണം. ഒരു കൂട്ടം പുതിയ കലാകാരന്മാർ, സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെ താരങ്ങൾ ഉൾപ്പെടെ ടെക്നിക്കൽസ് ആയിട്ടുണ്ട്. കുറച്ചെങ്കിലും മലയാള സിനിമയിലുള്ള പേരെടുത്ത ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മമ്മൂട്ടി, മോഹൻലാലൊക്കെയാണ്. ഇവിടെ ഇരിക്കുന്ന ബാബു ചേട്ടനും പിന്നെ ദിനേശ് ചേട്ടനും ഒക്കെ അങ്ങനെയുള്ള. അപ്പോൾ അത്തരം ആൾക്കാരും കൂടെ ഇതിൻ്റെ മുന്നിലുള്ളത് കൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും. അതിൻ്റെ ഒരു പ്രതികരണമെന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഇന്നത്തെ സിനിമയൊക്കെ ചെറിയ സിനിമകൾ വലിയ പാടാണ് തിയേറ്ററിൽ നിന്ന് കളിച്ച് പോകാനായിട്ട്. മീഡിയാസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ മാത്രമാണ്. കാരണം ഓൺലൈൻ മീഡിയ ആണ് ഇപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ നട്ടകഥ കയറുന്നൊരു ആളും കൂടെയാണ് ഞാൻ. അതിൻ്റെ ട്രെയിലറും പോസ്റ്ററും ഒക്കെ വരും ദിവസങ്ങളിൽ വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു. ഹലോ, എൻ്റെ പേരാണ് ഞാൻ റോഷൻ. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്. എൻ്റെ ഫാദറും എൻ്റെ മദറുമാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററും എൻ്റെ ഡയറക്ടറും. എല്ലാവരും ഈ പടം പോയി കാണണം. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും ഈ പടം പോയി കാണണം എന്ന് പറയുന്നത്. ഇത്രയും നാളുകൾ എൻ്റെ കൂടെ നിന്ന് ആ കഷ്ടപ്പാടുകളും ഈ പുതിയ തലമുറ വന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ചിത്രം വലിയ നിലയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരാണ്. ഈ പറഞ്ഞതുപോലെ ട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം നമ്മുടെ ഒക്കെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പടം വിജയകരമാക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ഒരു
ശ്രദ്ധ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഷൂട്ടിംഗ്? അത്ര അങ്ങനല്ല, ഇത് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഷൂട്ടിങ് അയാൾ ചീറ്റ് ചെയ്തോടെ തന്നെ ഷൂട്ടിങ് സ്റ്റോപ്പ് ആയത്. ഇപ്പോഴും കുട്ടികൾക്ക് കാണാൻ പറ്റുമോ അത്? ഇത് എ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇത് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അഡൽസ് ഉള്ളിയായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് ബ്ലഡ് തന്ന ചില സീക്വൻസ് കാണിക്കേണ്ടി വന്നതുകൊണ്ട് സെൻസർ പറഞ്ഞ് എ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്നുള്ളൂ. വലിയ മാസ്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ പടമല്ലേ, ഫുള്ള് മാസ്ക് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ബാധിക്കേണ്ടതെന്ന് വെച്ചാൽ ശരി എ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ അതിനകത്ത് ഒത്തിരി വൾഗറായിട്ടുള്ള സീക്വൻസ് ഒന്നുമില്ല. അത് കഥാതത്വമായിട്ട് ബന്ധപ്പെട്ട് സീക്വൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒക്കെ പടങ്ങൾ ചെയ്യുമ്പോഴേ ഈ ബ്ലാക്ക് മാജിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇൻസ്പയർഡ് ആയിട്ട് ഇതേപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഇത് പ്രോത്സാഹനമായിട്ട് ഒന്നുമില്ല. നമ്മള് പ്രോത്സാഹനമല്ല, നമ്മൾ അവർക്കൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രോത്സാഹനം ഒന്നുമില്ല. കാരണം ഇപ്പൊ ഈ നിലവിൽ തന്നെ നടന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ സംഭവം എടുത്തു. അതിന് എന്താണ് അതിന്റെ അവസ്ഥ ഫൈനലായിട്ട് എന്ത് വരും എന്ന്. പക്ഷെ ഇതിങ്ങനെ തുടരുന്നുണ്ട്. നമ്മൾ എത്ര നിരോധിച്ചാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മെനിയാന്ന് പറഞ്ഞൊരു നിലവിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് വാർത്തയായിട്ട് വരാനുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാന്യരായ ആൾക്കാരെല്ലാം ഇതിന്റെ പിന്നിലുണ്ട്. അതിന് നമ്മളൊക്കെ ഞാനൊക്കെ എത്ര ആര് തടഞ്ഞെന്ന് പറഞ്ഞാലും അവര് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മളൊരു ഒരു ചെറിയ ഒരു വെളിച്ചം കൊടുക്കുന്നു. അത് കാണുന്നവർക്ക് മനസ്സിലാവട്ടെ, ഇല്ലെങ്കിൽ അത്രയുള്ള സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നരബലി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അതുകൊണ്ടിട്ട് ആരും ടെൻഷൻ ചെയ്യാനുള്ള സാധനമൊന്നുമല്ല. അത് മാത്രമൊന്നും അല്ല അതിനകത്ത്. അത് ഒരു ബേസിക് ആയ ചെറിയ ത്രെഡ് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കേൾക്കുമ്പോൾ അയ്യോ നരബലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തെറ്റിദ്ധരണ. ഞാനിവിടെ ചിലർ പറയുമ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അയ്യോ നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ നരബലിയെ കുറിച്ചാണ് ആലോചിക്കുക. ഇനിയിപ്പം ഇത് മൊത്തം നരബലികളാണോ നടക്കുന്നത്? അങ്ങനെയല്ല. ഇത് നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ കൊടുത്തു പോകുമ്പോൾ അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്ന ഒരു ചെറിയ മെസ്സേജാണ് ഈ ഒരു സാധനം. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് നമ്മൾ കാണേണ്ടത്. വെറുതെ ഒരാൾ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതല്ല. പല സിറ്റുവേഷനുകൾ എങ്ങനെയാണ് സംജാതമാകുന്നത്? നമ്മളുടെ ശ്രദ്ധക്കുറവാണോ, അശ്രദ്ധയാണോ, അതോ മറ്റേതെങ്കിലും ഗൂഢതന്ത്രങ്ങളാണോ? എന്തുകൊണ്ടൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത? അതോ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തതാണോ? അതോ നമുക്ക് വേണ്ടി കൂടോത്രങ്ങൾ ചെയ്തും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് നമ്മളെ ഇരയാക്കുന്ന കുറെ മന്ത്രവാദികളുണ്ട്. ഇനി അവരുടെ പ്രവർത്തനമാണോ? ഇങ്ങനെ ഇത് പല രീതികളിലാണ് നമ്മളെ കുട്ടികളെ, നമ്മളെ വ്യക്തികളെ, ഇത് കൊച്ചു കുട്ടികളല്ല, നേരത്തെ പറഞ്ഞ യൂത്ത് പോലെയുള്ളതും പ്രായമുള്ളവരെല്ലാം സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ ഇതിനകത്ത് വരും. അതുപോലെ തന്നെ സംസാര മധ്യേ 2-3 പേര് ഷോർട്ട് ഫിലിം എന്ന വാക്ക് വീണു. നമ്മുടെ ഉടനെ തന്നെ നമ്മളെ ചില ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ധാരണ, അയ്യോ ഇതൊരു ഷോർട്ട് ഫിലിം വലിച്ചു നിർത്തിയതാണ്, അതൊരു ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ ഒന്നും അല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിനെ ചിലരുടെ ഇടപെടലിലൂടെ ചെറുതാക്കാം എന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ അത് ചെറുതാക്കാം എന്ന് നോക്കി. ആ നോക്കുന്ന സാധനത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ അനുഭവിച്ചാൽ നമ്മൾ അനുഭവിച്ച പല പല സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളും ഒരു ദൈവദൂതനെ പോലെ ഭാസ്കരൻ ചേട്ടൻ എന്ന പ്രൊഡ്യൂസർ വന്ന് കാണുകയും അതിന് പറ്റത്തില്ല, ഇതൊരു വലിയ ബിഗ് സ്ക്രീനിൽ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പോലെ, വലിയൊരു ബിഗ് ബഡ്ജറ്റ് അല്ല, ഒരു നല്ല ബഡ്ജറ്റില് ഏറ്റവും നല്ല കഥാതന്ത്വം അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ള നിലയിൽ വീണ്ടും ആ വലിയ സ്ക്രിപ്റ്റിലേക്ക് തന്നെ പോവുകയും അത് വളരെ വലുതായി വരികയും പിന്നെ അപ്പോഴാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇത്രയും വിശാലമായിട്ട് കാണിക്കേണ്ട, കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിലേക്ക് പോയത്. അപ്പം 2 മണിക്കൂറും 15 മിനിറ്റ് 2.25 മണിക്കൂർ വരുന്ന സാധാരണ ഇപ്പൊ ഇറങ്ങുന്ന ചില സിനിമകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടത് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറും 50 മിനിറ്റും അങ്ങാണ്ട് 55 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 2 മണിക്കൂർ തികച്ചില്ല ഇപ്പൊ ഇറങ്ങുന്ന പല സിനിമകളും. ഈ സിനിമ 2.25 മണിക്കൂറുള്ള ഒരു വലിയൊരു സിനിമയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞാൻ ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, അതുകൊണ്ട് പറഞ്ഞു. മക്കൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ അത് മാഞ്ഞടിച്ച് നെഗറ്റീവായിട്ട് പോകും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. പിന്നെ എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ നല്ലൊരു വെഴ്സറ്റയിൽ നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. പക്ഷെ എത്രയോ വർഷം കൊണ്ട് സിനിമയിൽ ഉണ്ടായിട്ടും ഒരു മുഖ്യധാരയിൽ ഒന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടൻ പെർമിഷനോടെ ഞാൻ പറയാണ്, നെടുമുടി ചേട്ടന്റെ ആ ലെവലിൽ, നെടുമുടി ചേട്ടന്റെ ലെവലിൽ, തിലകൻ ചേട്ടന്റെ ലെവലിൽ, അതേ ലെവലിൽ എത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഗോവൻ ചേട്ടൻ. ശരിയല്ലേ ചേട്ടാ?
നെടുമുടി ചേട്ടന്റെ ലെവലിൽ അതെ നെടുമുടി ചേട്ടന്റെ ലെവലിൽ തിലകൻ ചേട്ടന്റെ ലെവലിൽ അങ്ങനെ ഒരു മുൻനിരയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തേണ്ട ചേട്ടൻ ഇപ്പോഴും ഈ കുറച്ച് ബാക്കിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയാം ഏതോ കൂടോത്രങ്ങളോ ഏതോ നെഗറ്റീവ് എനർജി ഏതോ ഉണ്ടായപ്പോഴും ഒക്കെ ചേട്ടനെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെ ആയിരിക്കാനുള്ള സാധ്യത. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലുണ്ട് എന്നുള്ളത് പലർക്കുമുള്ള അത് ഒരു രഹസ്യമായ പരസ്യമായിട്ടുള്ള സംഭവമാണ്. ചേട്ടൻ നല്ല മനുഷ്യരെ വിശ്വസിക്കുന്നു, എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ കുറുകു വഴികൾ തേടും. മറ്റു പലരും വളരുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അവർ തകർക്കാൻ നോക്കും. പക്ഷെ അവർക്ക് തന്നെയാണ് അത് പിന്നാഞ്ഞിരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, കർമ്മ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കൈപിടിച്ചുയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ രണ്ടുപേരെ അയക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ സിനിമ കാണാൻ വരുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചില പടങ്ങൾ കാണാം, കാന്താര പോലെയുള്ള സിനിമ കാണാൻ പോയി, അല്ലെങ്കിൽ വേറെ പല പടങ്ങൾ പോയി അവിടുന്ന് സിനിമയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നവരെല്ലാം തുള്ളിക്കൊണ്ടും ആടിക്കൊണ്ടും അത് നിങ്ങളുടെ മുമ്പിൽ റീൽസ് കിട്ടാനും വേണ്ടി ചെയ്ത തന്ത്രങ്ങളാണ്. നമ്മൾ കണ്ടതല്ലേ അവിടെ കിടന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതൊരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള ഫിലിമാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന, പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് മെസ്സേജുകളുള്ള ഒരു സംഭവമാണ്. അത് വരുന്ന കുട്ടി കൂടോത്രങ്ങളിലോ മറ്റ് നെഗറ്റീവ് എനർജികളോ ബ്ലാക്ക് മാജിക്കിലോ പെടാതെ രക്ഷപ്പെടും. ആ കുടുംബം ഈ നെഗറ്റീവ് എനർജികളിലോ ബ്ലാക്ക് മാജിക്കിലോ ആന്റി ക്രൈസ്റ്റ് ആക്ടിവിറ്റികളിലോ ഒന്നും പെടാതെ രക്ഷപ്പെടും. അങ്ങനെ ഒരു പോസിറ്റീവാണ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഗുണഫലം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ആയി പറയുന്നു. അങ്ങനെയാണ് സംഭവം. പ്രൊഡ്യൂസർ സാർ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞു പല പ്രാവശ്യം ഇങ്ങനെ ഡ്രോപ്പ് ആയി പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ എന്തായിരുന്നു കാരണം? ഈ സിനിമ ഇത് കഥ മനസ്സിലാക്കിയപ്പോ ഇതിനകത്ത് നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് യുവാക്കളുടെ ഒരു സിനിമയാണ്. 6 പേര്, 3 കോളേജ് സ്റ്റുഡൻസ്, 6 കോളേജ് സ്റ്റുഡൻസ്, 3 ആൺപിള്ളേരും 3 പെൺപിള്ളേരും. അപ്പൊ അവരടിച്ചു പൊളിച്ച് കോളേജ് ലൈഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ ഒരു സമയത്ത് തോന്നി ഇങ്ങനെ ഒരു സത്യം അന്വേഷിച്ച് പോകുന്ന കഥയാണ്. ഒരു സത്യം മിത്തെന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെടും. ഒരു സത്യം അന്വേഷിച്ച് പോകുന്ന ഒരു കഥയാണ്. അത് ഗ്യാരണ്ടീഡാണ്. ഒരു സത്യം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ചേട്ടന്റെ സീരിയലുകൾ കാണാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു, അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടന്. ആ സ്ഥലത്ത് സിനിമയിൽ ഒറ്റ ഉന്നതങ്ങളിൽ എത്തേണ്ട. സിനിമയില് ഞാൻ ആദ്യം സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന എന്റെ പുറകോശമാണ്. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ട്. നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അത് റിലീസ് ആയിട്ടില്ല. ആന്റണി എന്ന് പറയുന്ന സിനിമയാണ്. മുരളി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അത് റിലീസായിട്ടില്ല. അത് ഞാൻ അതിന്റെ ഇത് കണ്ടു, കോപ്പി തിയേറ്ററിൽ കാണിച്ചപ്പോൾ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. റിലീസായിട്ടില്ല. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ നായകനും നായികയും തന്നെയാണ് പ്രധാനം. ബാക്കിയുള്ളവർ പിന്നെ സഹ നടന്മാരായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അങ്ങനെ ഒരു ആ ഒരു പദവിയിലേക്ക് എത്താത്തതില് അങ്ങനെ ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. ഈ നമ്മുടെ പുലിമുരുകളിലെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ട്രോളായിട്ട് കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ചേട്ടനൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. അത് മതി. ഞാൻ കണ്ടുവരുന്നത് ഈ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ആരും കൊടുക്കുന്നതല്ല. ഈ സിനിമ നിർമ്മാതാക്കള് സിനിമ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങില് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, ജനനായകൻ, മറ്റേത് അങ്ങനെ ഓരോ ടൈറ്റില് സിനിമയിൽ അവർ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ആൾക്കാർ അംഗീകരിച്ച് സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ. നമ്മള് പറയുന്നില്ലേ, നമ്മളിപ്പോ പറയുന്നല്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ലേ, നമ്മള് പറയുന്നുണ്ട്. അപ്പൊ അത് ആരും അംഗീകരിക്കണം. നമ്മൾ പറയുമ്പോൾ തന്നെ അത് അംഗീകാരം. സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ കാണിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, അങ്ങനെ ഇവര് സൂപ്പർ സ്റ്റാർ ആവുന്നില്ല. എവിടെ ആയാലും തുടക്കത്തില് അവര് സാധാ ആൾക്കാരെ പോലെ തുടങ്ങിയവരാണ്. നാളെ വിചാരിച്ചാലും ഒരാൾക്ക് സൂപ്പർ സ്റ്റാർ ആവാം. കാരണം അവരുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലാണെങ്കിൽ നാളെ ചെയ്യുന്ന ഇപ്പൊ ഇവർക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടുന്ന വെച്ചോ അവർ സൂപ്പർ സ്റ്റാർ ആവും. കാര്യം ആ സ്റ്റോറിയിലെ കണ്ടന്റ് ആണ് അവരെ സ്റ്റാറുകളാക്കുന്നത്. സോ വിചാരിച്ചാൽ ആ ഒരു റോൾ കിട്ടിയാൽ ആർക്കും ആവാം. ജനുവരി 23-നാണ് കിരാത തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രേക്ഷകരാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.
കേട്ടറിവിനേക്കാൾ വലുതാണ്. വലുതാണ് കിരാതാണ് സത്യം.